നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. അനീഷ്, പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയ പണിമുടക്ക് ദിവസം തുറന്നു പ്രവർത്തിച്ചതിൽ പ്രകോപിതരായ പണിമുടക്ക് അനുകൂലികളാണ് ബുധനാഴ്ച രാവിലെ കടകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. പടിഞ്ഞാറേ നടയിൽ പ്രവർത്തിക്കുന്ന സൗവർണിക ഹോട്ടലിന്റെ മുൻവശത്തെ ചില്ലുകളാണ് തല്ലിത്തകർത്തത്. മറ്റ് 2 കടകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ 7 വയസ്സുള്ള സിയ ഫാത്തിമയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. പൊള്ളാച്ചിയിൽ വെച്ച് കുടുംബം സഞ്ചരിച്ച കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്ന് കരുതുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധുവായ ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് വെന്റിലേറ്ററിലാണെന്നും മെഡിക്കൽ കോളേജ് മുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ സർവത്ര കെടുകാര്യസ്ഥതയാണെന്നും KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രി ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമരത്തിന് മുന്നോടിയായി നേതാക്കളുമൊത്ത് ആശുപത്രി സന്ദർശിച്ച VT ബൽറാം ചാവക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവും ഡയാലിസിസ് സൗകര്യങ്ങളുടെ കുറവും ചോദിച്ചറിഞ്ഞു. ഈ വീഴ്ചയ്ക്ക് കഴിഞ്ഞ 4 തവണയായി വിജയിക്കുന്ന ഇടതുപക്ഷ MLA-മാർ ഉത്തരവാദികളാണെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ PK ജമാലുദ്ദീൻ, R രവികുമാർ, KV സത്താർ, PV ബദറുദ്ദീൻ, KP ഉദയൻ, ഇർഷാദ് ചേറ്റുവ, HM നൌഫൽ, OKR മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അനാസ്ഥയ്ക്കെതിരെയും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പ്രമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനങ്ങാട്, മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MM നിഷാദ്, ഷറഫു പന്നിത്തടം, ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സർക്കാരിനെ കുറിച്ച് ഒരാൾക്കും ഒരു കൊച്ചുകുഞ്ഞിനോട് ചോദിച്ചാൽ പോലും നല്ലത് പറയാനുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മൂലം അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ കേരളം ഭരിക്കുന്നത്. ഈ സർക്കാരിന് എന്ത് നേട്ടമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്? വിലക്കയറ്റം മൂലവും നിരക്ക് വർധന മൂലം, അവശ്യ സർവീസുകളുടെ നിരക്ക് വർധന മൂലം, നികുതി വർധന മൂലം പൊതുജനം, സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. തലപ്പള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച ദീർഘകാലം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കർഷക തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന A പത്മനാഭന്റെ 1ാം ചരമവാർഷിക ദിനം CPM എയ്യാൽ ചിറ്റിലങ്കാട് സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പാർട്ടി ഓഫീസിന് മുന്നിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി പ്രഭാതപേരി മുഴക്കി. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം P ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗം പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായ ഷംസീന സക്കീർ ഹുസൈൻ, ശൈലജ ഗണേശൻ എന്നിവർ സംസാരിച്ചു. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും CK അച്യുതൻ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാങ്കണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി JF സിൻഡ, PTA അംഗങ്ങളായ TK ശിവൻ, PB വിപിൻ എന്നിവർ സംസാരിച്ചു. +2 വിഭാഗത്തിന്റെ അങ്കണം ടൈൽ വിരിച്ച് മനോഹരമാക്കുക എന്നതാണ് പദ്ധതി. ഒരിക്കൽ ഇവിടുത്തെ ജിൻഡ ടീച്ചർ അവരിവിടെ പ്രിൻസിപ്പളിൻ്റെ ചുമതലയുണ്ടായിരുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഒരു ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വഴുക്കി വീണു എന്നത്.
അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. അപ്പം അതിനു മുമ്പേയും ഇവിടെ ഒരു പക്ഷേ കുട്ടികളും അധ്യാപകർക്കൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വിദ്യാലയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാലയമായതുകൊണ്ട്. കടപ്പുറം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, മലിനജലം വരുന്നത് തടയുക, യഥാസമയം അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികൾ ഉപരോധം നടത്തി. 10 ദിവസമായി PWD റോഡിൽ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയിട്ടും യഥാസമയം പരാതി അറിയിച്ചിട്ടും ഇടപെടാത്തതാണ് കുടിവെള്ളം ലഭ്യമാകാതിരിക്കാൻ കാരണം. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന കച്ചേരി ടാങ്ക്, അഞ്ചങ്ങാടി ടാങ്ക് എന്നിവയിൽ നിന്നുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. PWD റോഡ് പൊളിക്കാനുള്ള അനുവാദം ലഭ്യമായിട്ടില്ല എന്നതാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന ന്യായീകരണമെന്നും സമരക്കാർ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി, ശുഭ ജയൻ, അംഗങ്ങളായ TR ഇബ്രാഹിം, AV അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരും ജീവനക്കാരും മരുന്നുകളും ഇല്ലാത്തതിനെതിരെ BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, മേഖലാ പ്രസിഡന്റുമാരായ പ്രമോദ് ശങ്കരൻ, ഉമാദേവി, ജനാർദ്ദനൻ, കോഴിക്കുളങ്ങര എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ FITU അസെറ്റ് സംയുക്ത സമരവേദി തൃശൂരിൽ പൊതുസമ്മേളനം നടത്തി. അസെറ്റ് സംസ്ഥാന ചെയർമാൻ KK ബഷീർ ഉദ്ഘാടനം ചെയ്തു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ, KSTM സംസ്ഥാന ജനറൽ സെക്രട്ടറി VA സലാഹുദ്ദീൻ, FITU സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, കേറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.